കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന വചനങ്ങൾ: ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരിക്കുന്നു. അങ്ങയ്ക്ക് തുല്യനായി ആരുമില്ല. ഞാൻ അവ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. സങ്കീർത്തനം 40:5. കർത്താവും ദൈവവുമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളതാണ്. സങ്കീർത്തനം 33:12. കർത്താവിനെ ഭയപ്പെടുന്നവരാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. സങ്കീർത്തനം 25:12. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 1:1. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെല്ലാം ശുദ്ധിയാക്കട്ടെ. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ വചനത്തിൻ്റെ മുന്നിൽ നമുക്ക് നമ്മളുടെ ശിരസ്സുകൾ നമിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളെ അനുഗ്രഹിക്കുവാനും ശക്തിപ്പെടുത്തുവാനും നമ്മളെ വിശുദ്ധിയിലേക്കും പരിശുദ്ധിയിലേക്കും കൊണ്ടുവരുവാനും കർത്താവിൻ്റെ വചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. കർത്താവിൻ്റെ വചനം നമുക്ക് വേണ്ടി തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്: ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ യേശു അപ്പച്ചൻ്റെ വചനത്തിനായി നമ്മൾ ദാഹിക്കണം. നമ്മൾ കർത്താവിൻ്റെ വചനത്തിനായി ദാഹിക്കുകയും കർത്താവിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അധ്വാനിച്ചോളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് തിരഞ്ഞെടുക്കുന്ന ജനം, എത്ര ഭാഗ്യമുള്ളതാണ്! കർത്താവ് തിരഞ്ഞെടുക്കുന്ന ജനത്തിനാണ് ഈ ഭാഗ്യം. കർത്താവും ദൈവമുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളതാണ്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ജനത്തിൻ്റെ ഭാഗ്യം വർണ്ണിക്കുന്നത് ദാവീദ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് രുചിച്ചറിഞ്ഞ ദൈവത്തെയാണ് പകർന്നു കൊടുക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ വിശ്വാസം ഉറപ്പിച്ച് അടിയുറച്ച് ഹൃദയവിശുദ്ധിയോടുകൂടി കർത്താവിനിൽ ശരണം പ്രാപിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും. കർത്താവിൽ ശരണം വയ്ക്കുന്നവരാരും ഇന്ന് വരെ ലജ്ജിതരായിട്ടില്ല. അതിന്നോളം ഞാൻ കേട്ടിട്ടുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യമുണ്ട്: ദുഷ്ടരുടെ ഉപദേശം നമ്മൾ സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. എങ്ങനെയാണ് നമുക്കവരെ മനസ്സിലാക്കാൻ കഴിയുന്നത്? പലപ്പോഴും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നമുക്കെങ്ങനെ അവരെ അറിയാൻ പറ്റുമെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹം ഇല്ല എങ്കിൽ അവരാരാണ്? ദൈവത്തെ അറിയാത്തവൻ ആരാണ്? ദൈവത്തെ അറിയാത്തവൻ ഒരിക്കലും ഭാഗ്യവാനല്ല. കർത്താവിനെ അറിയുന്നിടത്തോളം ഭാഗ്യം ദൈവത്തെ അറിയാത്തവർക്ക് ഒരിക്കലും ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയും ദൈവത്തെ വിളിക്കാത്തവർക്ക് അതുണ്ട്, ഇതുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. പക്ഷേ അതെല്ലാം അപ്രത്യക്ഷമായി പോകും. അതൊന്നും നിലനിൽക്കുന്നതല്ല. ദൈവത്തെ അറിയുന്നവനാണ് എല്ലാം നിലനിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ഐശ്വര്യം എൻ്റെ അടുക്കലുണ്ട്. എന്നിൽ നിന്നുള്ള ഫലം സ്വർണത്തെയും തങ്കത്തേക്കാൾ അതിശ്രേഷ്ഠമെന്ന കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതേ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാനും എൻ്റെ കുടുംബവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ കർത്താവ് ഓരോ ദിവസങ്ങളിലും അനുഗ്രഹിച്ച് ഉയർത്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ ഞങ്ങളെ വളർത്തിയാണ്. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ വളരാം. എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനവുമായിട്ടിരിക്കണം. ദൈവത്തിൻ്റെ വചനവുമായി 2.5 മണിക്കൂർ കർത്താവിനുള്ളതാണ്. അത് നമ്മൾ കൊടുത്തേ പറ്റൂ. ഹല്ലേലൂയ. ദശാംശം മാത്രം കൊടുത്താൽ പോരാ, നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ സമ്പത്ത് മാത്രം കൊടുത്താൽ പോരാ, സമയവും കൂടി കർത്താവിന് വേണ്ടി കൊടുക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിൻ്റെ വരവിന് സമയം അടുത്തിരിക്കുന്നു. നമുക്കതിനായി അണിഞ്ഞൊരുങ്ങാം. കർത്താവിൻ്റെ വരവിന് നമുക്ക് അണിഞ്ഞൊരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി നമുക്ക് ജീവിക്കാം. നമ്മുടെ എല്ലാ ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും മക്കൾക്കും, നമ്മുടെ സഹോദരങ്ങൾ എവിടെ ഇരുന്നാലും അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവിൻ്റെ അനുഗ്രഹവും കൃപയും അവരുടെ എല്ലാം മേൽ വർഷിക്കട്ടെ. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും കർത്താവിൻ്റെ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ സ്നേഹ വാത്സല്യം കൊണ്ട് ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ.